ഹലോ, ഞാനിന്നുള്ളത് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലാണ്. ഇവിടെ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ശാലിയ പൊറാട്ട് നടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ശാലിയ പൊറാട്ട് കാണുന്നത്. പക്ഷേ ഇന്നിവിടെ ചെറിയ രീതിയിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. കാരണം ശാലിയ പൊറാട്ടിൽ നിരവധി വേഷങ്ങളുണ്ട്. മലബാറിലെ ശാലിയ സമുദായക്കാർക്കിടയിൽ കാണുന്ന ഒരനുഷ്ഠാന കലയും രംഗകലയുമാണ് പൊറാട്ട് അഥവാ ശാലിയ പൊറാട്ട്. പൂരോത്സവവുമായി ബന്ധപ്പെട്ടാണ് പൊറാട്ട് അരങ്ങേറുന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ മീനമാസത്തിലെ കാർത്തികയിലാണ് പൂരോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. പൊറാട്ടാഘോഷം തുടങ്ങുന്നത് പിലിക്കോട് തെരുവിൽ വെച്ചാണ്. പൂരവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളാണ് പൂരമാലയും പൂരംകുളിയും പൂരക്കളിയും പൂവിടലും. നീലേശ്വരത്തും കരിവെള്ളൂരും പൂരംകുളി നാളിന് തലേ ദിവസവും, വെള്ളൂർ, കാഞ്ഞങ്ങാട്, വെള്ളിക്കോത്ത്, ഉദുമ എന്നീ പ്രദേശങ്ങളിൽ പൂരംകുളി ദിവസവും, പയ്യന്നൂരിൽ പൂരംകുളിക്കു ശേഷവുമാണ് ശാലിയ പൊറാട്ട് നടക്കുന്നത്. മാണിക്കക്കല്ല് എന്ന സ്ഥലത്തിനു വേണ്ടി ഇളങ്കുറ്റി സ്വരൂപവും അള്ളട സ്വരൂപവും നടത്തിയ ഉഗ്രമായ പോരാട്ടങ്ങൾ പ്രസിദ്ധമാണ്. ചാമുണ്ടി, ശ്രീ പൊർക്കലി തുടങ്ങിയ ചില തെയ്യങ്ങളുടെ തോറ്റംപാട്ടുകളിലും ഈ വസ്തുതയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഈ ചരിത്ര വസ്തുതയെ അനുസ്മരിച്ചുള്ള കലാരൂപമാണ് ശാലിയ പൊറാട്ട്. ആട്ടക്കണം പോതികളാണ് പ്രധാന വേഷക്കാർ. ചേകോന്മാർ, പാങ്ങോന്മാർ, വാഴപ്പോതി, നരിക്കളി തുടങ്ങിയ ആചാരവേഷങ്ങളും പൊറാട്ട് വേഷങ്ങളിൽ പെടുന്നു. ആചാരരൂപങ്ങളെ മാറ്റി നിർത്തിയാൽ മണിയാണി, തീയൻ, വാണിയർ, മാപ്പിള, മുഖയൻ, കൊങ്ങിണി, ചക്ലിയൻ, ആശാരി, കണിയാൻ, ചോയിച്ചി, കുശവത്തി തുടങ്ങിയവയാണ് പ്രധാന വേഷങ്ങൾ. പരിഹസിച്ചും ചിരിപ്പിച്ചും ജനങ്ങളെ പവിത്രീകരിക്കുക എന്നതാണ് ശാലിയ പൊറാട്ടിലൂടെ ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ പ്രസക്തിയുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്നീ കളിക്കിടയിൽ പരാമർശ വിധേയമാകുന്നുണ്ട്. അമ്പലത്തിൽ